ഇറാനെ തൊട്ടാൽ അമേരിക്ക സർപ്രൈസ് കാണേണ്ടി വരുമെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി എക്സിൽ കുറിച്ചു. രണ്ടാം ഘട്ട യുദ്ധവുമായി ബന്ധപ്പെട്ട് വലിയ തയ്യാറെടുപ്പുകൾ ഇസ്രായേലും അമേരിക്കയും നടത്തുന്നുണ്ട് എന്നും തങ്ങൾക്ക് നേരെ വീണ്ടും ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നതിനാൽ ഏതൊക്കെ തരത്തിലാണ് പ്രതിരോധിക്കുക അല്ലെ പ്രതികരിക്കുക എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഈ വിഷയം പല ഘട്ടങ്ങളിലായി ചോദിക്കപ്പെട്ടതാണ്. ഇനിയുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് നീങ്ങുക, ഇറാൻ്റെ പ്രതിരോധം എങ്ങനെയായിരിക്കും എന്ന ചോദ്യത്തിനെല്ലാം കൂടിയിട്ടാണ് എക്സിൽ അദ്ദേഹം ഇങ്ങനെ കുറിച്ചത്. അമേരിക്കയിൽ രണ്ടാം ഘട്ടം ഇറാന് നേരെ ആക്രമണം നടത്തുകയോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കുകയോ ചെയ്താൽ ചില സർപ്രൈസ് ഞങ്ങൾ അവർക്ക് മേൽ നൽകാനുണ്ട്. അതിന് കാത്തിരിക്കുക, തയ്യാറെടുക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ സൈനികരോടും കടലുമായിട്ട് ബന്ധപ്പെട്ട് ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോടും കൂടെ ഇസ്രായേലിനോടും തങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ അതിൽ ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നു. കണ്ടതല്ല കാണാനുള്ളത്, കേട്ടതല്ല കേൾക്കാനുള്ളത്, അറിഞ്ഞതല്ല അറിയാനുള്ളത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിന് മാരകമായിരിക്കുന്ന ആക്രമണത്തിലൂടെ ഞങ്ങളത് ചരിത്രമാക്കി മാറ്റിയതും അമേരിക്ക അതിന് തയ്യാറെടുക്കുകയാണ് വേണ്ടത്. ട്രംപിനോടാണ് പറയുന്നത്. വെടിനിർത്തൽ കാലത്ത് ആയുധ ശേഖരവും സൈനിക ബലവും വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഈ സാവകാശം അല്ലെങ്കിൽ ഈ ഇടവേള ഉപകരിച്ചിട്ടുണ്ട്. പല മേഖലയിലും തങ്ങൾ ശേഖരിക്കപ്പെട്ട ആയുധങ്ങൾ അതിൻ്റെ ശക്തി പരീക്ഷിക്കാൻ വേണ്ടി അവസരം കിട്ടാതെ വന്നു. കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്നാണ് യുദ്ധം ഉണ്ടായത്. എന്നാൽ ഈ ഗ്യാപ്പുകളെല്ലാം ഞങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ്. വീണ്ടും അക്രമം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതാണ് ഈ ഇടവേളയ്ക്കിടെ ഞങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. ഇതുവരെ പരീക്ഷിക്കാത്ത, ഇതുവരെ ലോകത്തിന് മുൻപിൽ പ്രദർശിപ്പിക്കാത്ത ഒരു കൂട്ടം ആയുധങ്ങളുടെ സർപ്രൈസ് ആയിരിക്കും അമേരിക്കയുടെ നെഞ്ചുകൂട് പിളർക്കാൻ വേണ്ടി ഞങ്ങൾ തുറന്നു വിടുക, അല്ലെങ്കിൽ ഞങ്ങൾ പറത്തി വിടുക. അതിനുകൂടി തയ്യാറാവുകയാണ് അമേരിക്ക ചെയ്യേണ്ടത് എന്നുള്ള ഒരു മുന്നറിയിപ്പിൻ്റെ രീതിയിലാണ് അബ്ബാസ് അറാച്ചി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. അതോടൊപ്പം പറയുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ വെളിപ്പെടുത്തുന്നു, അതിനെക്കുറിച്ചുള്ള ഒരു പരാമർശവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ രേഖപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എങ്ങനെ പറയുന്നു. അമേരിക്കയുടെ അറേബ്യൻ താവളങ്ങൾ പൊടിപടലമാക്കുന്ന തരത്തിലായിരിക്കും ഞങ്ങളുടെ സർപ്രൈസ് ഉണ്ടാവുക. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ കപ്പലുകൾ സമാനമായ രീതിയിൽ കത്തിയെ അമരുന്നത് കാണാൻ വേണ്ടി ലോകത്തിന് സാധിക്കുന്ന തരത്തിൽ സംവിധാനം ഒരുക്കും. അതും ഞങ്ങൾ ചെയ്തിട്ടില്ല. ആക്രമണത്തിന് പ്രത്യാക്രമണം എന്ന രീതിയിൽ ഒറ്റപ്പെട്ട രീതിയിലുള്ള പ്രവൃത്തി കാര്യങ്ങൾ മാത്രമേ അമേരിക്ക തങ്ങൾ ആക്രമിക്കുന്ന സമയത്തും ഇസ്രായേൽ ആക്രമിക്കുന്ന സമയത്തും തങ്ങൾ ചെയ്യാറുള്ളൂ. അത് തന്നെ ഞങ്ങൾക്ക് അതിന് താല്പര്യം അത്ര തന്നെ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഒറ്റപ്പെട്ട രീതിയിലുള്ള ആക്രമണം നടത്തുക എന്ന രീതി ഞങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്നു. കൂട്ടായ രീതിയിൽ ഒരേ സമയത്ത് ഒരേ ലക്ഷ്യത്തിന് നേരെ വ്യത്യസ്തമായിരിക്കുന്ന ഏരിയകളിൽ നിന്ന്, കോണുകളിൽ നിന്ന് സൈനികർ ആക്രമണം നടത്തും. എല്ലാ സംവിധാന കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൈബർ ഇടങ്ങൾ അപ്പാടെ തന്നെ തകർക്കപ്പെടും. ഏതൊക്കെ സൈബർ ഇടം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണം അതിലില്ല. ഹോർമുസ് കടലിലെ ലോകരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഇൻ്റർനെറ്റ് സംവിധാനം രണ്ട് തരത്തിൽ അത് പറയുന്നുണ്ട്. കേബിളിൽ നിന്ന് വിവരം ചോർത്താൻ ഞങ്ങൾക്ക് സാധിക്കും, അത് ഇല്ലാതാക്കാനും സാധിക്കും. ഇത് രണ്ടും സാധ്യമാകുന്ന കാര്യമാണ്. പിന്നീട് അതിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട നഗരങ്ങളെക്കുറിച്ചുള്ള പരാമർശം അതിൽ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ആക്രമണത്തിൻ്റെ പിന്നിൽ ഇസ്രായേൽ ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇസ്രായേലിലൂടെയാണ് അമേരിക്ക തങ്ങളെ ആക്രമിക്കുന്നത്, അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ചില നഗരങ്ങൾ അവിടത്തുകാർ സ്വദേശികളും പരദേശികളുമായിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് നൽകാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങൾക്കാണെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം നിലവിൽ ഇസ്രായേലിൻ്റെ കൈവശത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മിസൈൽ ഇങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പാണ് ഇസ്രായേൽ ഗവൺമെൻറ് അവർക്ക് നൽകേണ്ടത്. എന്നാൽ ഈ വരുന്ന വിവരം തന്നെ അറിയാത്ത രീതിയിൽ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ പല ഘട്ടങ്ങളിലും 2026 25 ഇറാൻ്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് പല മുന്നറിയിപ്പുകളും അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടാതെ പോയിട്ടുണ്ട്. ആ രീതിയിലായിരിക്കും ആക്രമണം ഉണ്ടാവുക. ജെറുസലം, ടെല്ലവീവ്, ഹൈഫ, ബീർഷബ, അഷ്തൂദ്, നെതന്യ, എയ്ലത്ത്, നസ്രത്ത് ഇതെല്ലാം ഞങ്ങളുടെ പട്ടിക ലിസ്റ്റിൽ പെട്ടതാണ്. അപ്പോൾ ഈ പ്രദേശങ്ങളെല്ലാം ഞങ്ങൾക്ക് കീഴടങ്ങാൻ പാകത്തിലാണ് സംവിധാന കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ സീപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട്, തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു ഹൈഫ, അഷ്തോദ്, എയ്ലത്ത്, ഹദീദ്, അഷ്കലോൺ ഇത്രയും ഈ സീപോർട്ടുകൾ. എയർപോർട്ടിൻ്റെ പേര് പറയുന്നുണ്ട് ബെൻഗൂരിയൻ, റമോൺ, ഹൈഫ, ജെറുസലേം,
ഹെർസലിയ എന്നീ എയർപോർട്ടുകൾ, അങ്ങനെ കുറച്ച് ലിസ്റ്റ് തന്നെ രേഖപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. മുൻപൊന്നും അങ്ങനെ ലിസ്റ്റ് എങ്ങോട്ടാണ് എന്നൊന്നും പറഞ്ഞായിട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്ന പ്രവർത്തനമൊന്നും ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടാവാറില്ല. അവർ അക്രമത്തിന് തിരിച്ചടി നൽകും. ഏതാണോ സൗകര്യപ്പെടുന്നത് ആ സൗകര്യപ്പെടുന്ന പ്രദേശം ലക്ഷ്യമാക്കി ആക്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പം അങ്ങനെയല്ല, ലിസ്റ്റ് മുൻകൂട്ടി അഡ്വാൻസ് ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സർപ്രൈസുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിലുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഇസ്രായേലും അമേരിക്കയും പരാജയപ്പെട്ടു എന്ന് ലോകം സമ്മതിച്ചു, അവർ സമ്മതിച്ചു. അതോടൊപ്പം തന്നെ അവരുടെ കയ്യിലുള്ള ആയുധ ശേഖരം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാതെ പോയി. പിന്നെ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, അമേരിക്ക അവരുടെ തന്നെ സൈനിക ശക്തിയൊക്കെ അങ്ങനെ പെരുപ്പിച്ച് കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് നമ്മുടെ രീതി, മുൻപ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് വെടിനിർത്ത ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും ഇറാനോട് പല ഘട്ടങ്ങളിലായിട്ട് അമേരിക്ക സംസാരിക്കുന്നത് രണ്ടാം ലോക യുദ്ധത്തിലുള്ള തങ്ങളുടെ മുന്നേറ്റങ്ങൾ, അതിനുശേഷം നടത്തിയ മുന്നേറ്റങ്ങൾ ഇറാഖിൽ, ലിബിയയിൽ, ലെബനാനിൽ, അതോടൊപ്പം തന്നെ സിറിയയിൽ നടന്ന സംഭവങ്ങൾ, ഇങ്ങനത്തെ കുറേ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് അത് പറയുന്നുണ്ട്. ലെബനാനിലെ ലിബിയ തന്നെയാണ് ഗദ്ദാഫിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. ഇത്തരം രാജ്യങ്ങളിലൊക്കെ ഞങ്ങളുടെ ഇടപെടൽ നടത്തിയിട്ട് എത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക സാധിച്ചു. അതുകൊണ്ട് ഇറാൻ അത്ര വലിയ വിഷയമൊന്നുമല്ല എന്നുള്ളത് ഇത് വീണ്ടും ഇങ്ങനെ പറഞ്ഞതോട് കൂടിയിട്ടാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനമില്ലാത്ത രീതിയിൽ, അംഗീകാരമില്ലാത്ത രീതിയിലുള്ള ഒരു സംസാരത്തിന് ഞങ്ങൾക്ക് ഫേസ് ടു ഫേസ് അവരുടെ മുമ്പിൽ ഇരിക്കാൻ തന്നെ താല്പര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ ചർച്ചയ്ക്കില്ല. ഞങ്ങളുടെ ചർച്ച നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കാം. അത് പാകിസ്ഥാനോട് മധ്യസ്ഥ വഹിക്കുന്ന ആളോടാണ് പറഞ്ഞത്. പാകിസ്ഥാൻ ഇപ്പോൾ മധ്യസ്ഥർ അവർക്ക് മുമ്പാകെ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കാം. അങ്ങനെ നിർദ്ദേശ കാര്യങ്ങളാണ് അവർക്ക് മുമ്പാകെ സമർപ്പിക്കപ്പെട്ടത്. എന്നാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയം ഉണ്ടാവാത്തതിൻ്റെ പ്രയാസങ്ങളും മാനസികപരമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അവർ അനുഭവിക്കുന്നുണ്ട്. കാര്യം ഇറാനിൽ പരാജയം ഉണ്ടാകുന്ന സമയത്ത് അത് അവിടുത്തെ ഒരു രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട പരാജയം മാത്രമല്ല, ലോകാടിസ്ഥാനത്തിൽ ഭാവിയിൽ അമേരിക്ക അത് സാരമായിട്ട് ബാധിക്കും. ഇപ്പം തന്നെ ബാധിക്കുന്നു. അറേബ്യൻ രാജ്യങ്ങളൊക്കെ ഒറ്റപ്പെട്ട രീതിയിലെങ്കിലും അമേരിക്കക്കെതിരെ സംസാരിച്ച് തുടങ്ങുന്നു. ഇറാൻ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അമേരിക്ക ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും കരാർ വ്യവസ്ഥ പ്രകാരമോ അതല്ലെങ്കിൽ ഉപദേശ നിർദ്ദേശപ്രകാരമോ ഏതെങ്കിലും അപേക്ഷ കൊടുത്തിട്ടോ അവരൊരിക്കലും നീതിയോടൊപ്പം നിൽക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായിരിക്കുന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് അതിന് ഏത് തരത്തിലുള്ള മോശപ്പെട്ട മാർഗവും സ്വീകരിക്കാൻ അവർ തയ്യാറാണ്. മാർഗമല്ല അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി അവരെന്ത് പ്രവർത്തനം ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം ചെയ്യുന്ന സമയത്ത് അവിടെയും പാലിക്കേണ്ട കുറേ മര്യാദ, യുദ്ധ മേഖലയിലെ അല്ലെങ്കിൽ യുദ്ധഭൂമിയിലെ മര്യാദകൾ, സ്ത്രീയും കുട്ടികളെയും ആക്രമിക്കാതിരിക്കുക, കൂട്ടക്കൊല ചെയ്യാതിരിക്കുക, മതസ്ഥാപനങ്ങൾ ആക്രമിക്കാതിരിക്കുക, ടെൻറ്റുകൾ തകർക്കാതിരിക്കുക, കുടിവെള്ളം പോലെയുള്ള ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടാതിരിക്കുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതെല്ലാം ഇസ്രായേൽ എല്ലാ കാലത്തും ലംഘിച്ചിട്ടുണ്ട്, അമേരിക്ക ലംഘിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർ ചലനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വരുന്നത് എന്ന് ചുരുക്കം. അപ്പം നിങ്ങൾ ഒഴുകി അവസാനം ഇറാനിലെത്തിയിട്ട് തട്ടി നിൽക്കുകയാണ്. ഇറാനെ തട്ടി മാറ്റി മുന്നേറണം. അത് നിങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ രണ്ടാം ഘട്ടത്തിൽ യുദ്ധമാണ് ആരംഭിക്കുന്നതെങ്കിൽ അത് ഇതുവരെ കണ്ടതിൽ വെച്ച്, ഇതുവരെ ഇനി കാണാൻ പോകുന്നതിൽ വെച്ചും ഏറ്റവും ഭീകരമായിരിക്കും ആ ദൃശ്യങ്ങൾ. നിങ്ങളുടെ കാഴ്ചകൾക്ക് അത് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കാത്ത വിധമാണ് തങ്ങൾ അതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതിന് മാത്രം തയ്യാറായിട്ട് ഏകദേശം 5 ലക്ഷത്തോളം സൈനികർ, റിസർവ് സൈനികർ അടക്കമുണ്ട്. 8 ലക്ഷമാണ് യഥാർത്ഥത്തിൽ റിസർവ് സൈനികരടക്കം ഇപ്പോൾ ഇറാൻ്റെ സൈനിക ബലം. മാത്രമല്ല യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം 1.5 ലക്ഷത്തിലധികം ആളുകൾ പുതിയതായിട്ട് സൈനിക ട്രൂപ്പിൽ ചേരാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇസ്രായേൽ അമേരിക്കക്കെതിരെ യുദ്ധത്തിൽ തങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് പുതിയ തലമുറയാണ് വന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഓരോരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് സൈന്യത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ടാണ് പുതിയ അപേക്ഷകളും നിർദ്ദേശങ്ങളും നൽകുന്നത്. ഞങ്ങൾ സൈനിക സേവനം നടത്താൻ വേണ്ടി താല്പര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കി തരണം. പരിക്കേറ്റവർ പിന്നീട് അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനത്തെ കുറേ പ്രയാസം ബുദ്ധിമുട്ടും ഇസ്രായേൽ അനുഭവിക്കുന്ന സമയത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചാണ്. അവർ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളെല്ലാം തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനി രണ്ടാം ഘട്ടത്തിൽ യുദ്ധം തുടങ്ങുകയാണെങ്കിൽ സർപ്രൈസ് കൊണ്ട് ഞങ്ങൾ അവരെ മൂടുന്നതാണ്. അതിന് തയ്യാറായി നിൽക്കണം എന്നുള്ളതാണ് അമേരിക്കയോടും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടും സൈനികരോടുമായിട്ട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ആജ്ഞാപിക്കുന്നത്.